മലപ്പുറം എളങ്കൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിൽ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ പ്രഭിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ ആക്ഷേപിച്ചുവെന്നും വിഷ്ണുജിയുടെ പിതാവ് വാസുദേവൻ പറയുന്നു. മാനസികപരമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് സ്വർണം കുറവാണെന്ന് പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കലുണ്ടായിരുന്നു. സൗന്ദര്യം കുറഞ്ഞു പോയി, പിന്നെ ഇതില്ല, ജോലിയില്ല, അതിന് പിന്നെ തടി ഇതില്ല, ആരോഗ്യമില്ല. അതൊക്കെയാണ് ഇവ ബൈക്കിൽ കൂടി കൊണ്ടു നടക്കില്ല. അവളെ ബർത്ത്ഡേക്കോ അന്നോ അതിൻ്റെ പിറ്റേന്നോ അവളെ കൂട്ടുകാരി ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ എന്തോ മർദ്ദിച്ച പാട് കണ്ടു. ഈവൻ പൂര തെറി വിളിച്ച് ഇവിടെ ചീത്ത പറയണേ അതൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ട് അതൊന്നും അച്ഛനെ ഇതൊന്നും അറിയിക്കരുത്. അഷ്കർ അലി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ഭർത്താവ് പ്രഭിൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തുന്നത്? മകളെ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. ആ കുടുംബത്തിന്റെ പ്രതികരണം വരുന്നുണ്ടോ? സ്മൃതി, ആ കുടുംബം നമ്മളോട് വിശദമായി തന്നെ അല്പസമയം മുമ്പ് മോണിഷയിൽ സംസാരിച്ചിരുന്നു. ആ കുടുംബം അഥവാ ഈ മരിച്ച വിഷ്ണുജിയുടെ അച്ഛൻ പറഞ്ഞത് വലിയ തോതിലുള്ള പീഡനം ഭർത്താവ് പ്രഭിൻ്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് നേരിടേണ്ടി വന്നിരുന്നു, പ്രത്യേകിച്ച് ഈ വിഷ്ണുജിക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഒരു തവണ പോലും ഈ വിഷ്ണുജിയുടെ വീട്ടിലെത്തി ഒരിക്കൽ പോലും ഈ പ്രഭിൻ താമസിച്ചിരുന്നില്ല. അത്രയധികം ഒരു അകലം ആ കല്യാണം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ വിഷ്ണുജിയുമായി ഈ ഭർത്താവ് പ്രഭിൻ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിൽ മർദ്ദിക്കുകയും അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ്, ജോലിയുടെ പേര് പറഞ്ഞൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മർദ്ദനത്തിനിരയാക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ മരിച്ച വിഷ്ണുജിയുടെ കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിഷ്ണുജിയുടെ അച്ഛൻ വാസുദേവൻ പങ്കുവയ്ക്കുകയും ചെയ്തത്. കുടുംബത്തിൻ്റെ മൊഴി ഇന്നലെ മഞ്ചേരി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പ്രഭിനുണ്ട്. അല്പസമയത്തകം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുക എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ഗാർഹിക പീഡനം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ പ്രഭിനെതിരെ കേസുമെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പ്രത്യേകിച്ച് വിഷ്ണുജിയെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ വിഷ്ണുജിയെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ബന്ധുക്കളുടെ മൊഴിയിലും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളോട് ഈ വിഷ്ണുജി ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു എന്നുള്ള കാര്യവും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സ്വന്തം ബൈക്കിലടക്കം കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ ഒപ്പം കൂടെ സഞ്ചരിക്കുന്നതടക്കം പ്രഭിൻ മടി കാണിച്ചിരുന്നു. അതിനടക്കം അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ശാരീരിക രൂപത്തിൻ്റെ പേര് പറഞ്ഞ് തടിയില്ല എന്ന് പറഞ്ഞൊക്കെ തന്നെ ഇത്തരത്തിൽ വിഷമത്തിലാക്കിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വിഷ്ണുജിയുടെ മൊബൈലിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും പോലീസ് കടക്കുക. ഇതിൽ അഷ്കർ, ഇപ്പോൾ പ്രതിയായി ഭർത്താവ് മാത്രമേ വരികയുള്ളൂ. കുടുംബവുമായി ബന്ധപ്പെട്ടും പെൺകുട്ടിയുടെ കുടുംബം അച്ഛൻ പരാതി പറയുന്നുണ്ട്. സ്മൃതി, ഈ ഭർത്താവിൻ്റെ അമ്മയും ഈ മർദ്ദനത്തിനും അതുപോലെ തന്നെ ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മ അടക്കമുള്ളവരെയും പ്രതി ചേർക്കണം എന്നുള്ള ആവശ്യമാണ് കുടുംബം ഉന്നയിച്ചത്. പക്ഷേ നിലവിൽ പോലീസ് ആ ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. പ്രത്യേകിച്ച് അതിൻ്റെ പ്രാഥമിക ഘട്ടമാണ്, കേസന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് നിലവിലുള്ളത്. അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ പക്ഷേ അത്തരം നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും. മാതാപിതാക്കളടക്കം പ്രതി ചേർക്കണം. കാരണം അവരൊക്കെ തന്നെ ഈ അക്രമം അറിഞ്ഞ് അതിന് കൂട്ടുനിന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് വിഷ്ണുജിയുടെ മരണത്തിലടക്കം ഇപ്പോൾ കുടുംബം സംശയം പങ്കുവെക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കുടുംബം തയ്യാറായില്ല. പിന്നീട് വിളിച്ചറിയിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ അഥവാ ഭർത്താവിൻ്റെ വീട്ടിലെ കിടപ്പ് മുറിയിലാണ് വിഷ്ണുജിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ അതിനടക്കം അസ്വാഭാവികതയുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ വിഷ്ണുജിയുടെ അച്ഛൻ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതിനടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ. സ്മൃതി, ശരി. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകുന്നത്. മഞ്ചേരി സ്റ്റേഷനിൽ നിന്നും വിഷ്ണുജിയുടെ ഭർത്താവ് പ്രഭിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു.